ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിതീവ്രമാകുന്നു. ആക്രമണത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്ന ഒരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇറാന്റെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ IRIBയുടെ തെഹ്റാനിലെ ഓഫീസ് ഇസ്രായേൽ ആക്രമണത്തിൽ തകരുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. IRIBയിൽ തത്സമയ പരിപാടിക്കിടെയാണ് ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. വീഡിയോയിൽ ഇസ്രായേൽ ആക്രമണം സ്റ്റേറ്റ് TVയുടെ സംപ്രേഷണം തടസ്സപ്പെടുത്തുന്നതും അവതാരക സ്റ്റുഡിയോയിൽ നിന്ന് ഓടിപ്പോകുന്നതും വീഡിയോയിൽ കാണാം. തത്സമയ സംപ്രേഷണത്തിനിടെയാണ് ഇസ്രായേൽ ആക്രമണം റെക്കോർഡ് ചെയ്തത്. മാതൃരാജ്യത്തിനെതിരായ ആക്രമണത്തിന്റെ ശബ്ദമെന്ന് അവതാരക പറയുമ്പോൾ സ്റ്റുഡിയോയിൽ പൊടിപടലങ്ങൾ നിറയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ആക്രമണത്തെ തുടർന്ന് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്ററിന് തത്സമയ പരിപാടികൾ ഉപേക്ഷിച്ച് മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത പരിപാടികളിലേക്ക് മാറേണ്ടി വന്നു. ആക്രമണത്തെ തുടർന്ന് IRIB ഓഫീസിൽ തീപിടുത്തം ഉണ്ടായതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ നിരവധി ജീവനക്കാർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ആക്രമണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് ടെലിവിഷൻ സ്റ്റുഡിയോകൾ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ തലസ്ഥാന പ്രദേശം ഒഴിപ്പിക്കാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. സംഘർഷത്തിന്റെ 4ാം ദിവസമാണ് ഇസ്രായേലിൽ നിന്നുള്ള മുന്നറിയിപ്പ് ലഭിച്ചത്. തെഹ്റാനിലെ ജനങ്ങളോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടിരുന്നു. തെഹ്റാന്റെ വ്യോമപരിധി പൂർണ്ണമായും നിയന്ത്രണത്തിലാക്കിയെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടിരുന്നു. പിന്നാലെയാണ് തെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ജനങ്ങളോട് നെതന്യാഹു ആവശ്യപ്പെട്ടത്. തെഹ്റാന് മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായും ഇസ്രായേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണ്. നഗരത്തിലെ പ്രധാന ഭരണകേന്ദ്രങ്ങളെല്ലാം ഞങ്ങളുടൻ ആക്രമിക്കും. ഇറാനെ പോലെ സാധാരണ ജനങ്ങളെ കൊന്നൊടുക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തെഹ്റാനിലെ ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, അവിടെ നിന്നും ഒഴിഞ്ഞു പോകൂ, പിന്നാലെ ഞങ്ങൾ ആക്രമിക്കും, നെതന്യാഹു പറഞ്ഞു. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അതിതീവ്രമായി തുടരുകയാണ്. ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ 3-1 പ്രതിരോധ സേന തകർത്തതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. പിന്നാലെയാണ് തെഹ്റാനിൽ ആക്രമണം നടത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയത്.